ഞാൻ പ്രതീക്ഷിച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് മനാഫ് അർജുൻ വിഷയം. ഞാനത് ഓർത്തതാണ് ഇങ്ങനെ ഒരു പരിപാടി ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് സ്ക്രീൻ കഴിയുമ്പം ഔട്ട്ഡേറ്റഡ് ആയിട്ടൊരു സാധനം വരുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചാണ്. നമ്മളിതിൻ്റെ അകത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് ഇപ്പം അർജുൻ്റെ ഫാമിലി പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല. പേഴ്സണലി എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഇനി മനാഫിൻ്റെ കയ്യിൽ പൂർവിക സ്വത്ത് എടുത്തിട്ട് മേടിച്ചൊരു വാഹനം, ആ വാഹനത്തിൽ ഒരു ഡ്രൈവർ, നോർമൽ ഒരു ഡ്രൈവറാണ്. അങ്ങനെ ഒരു ഡ്രൈവർ വണ്ടിയായിട്ട് പോകുന്നു. വണ്ടി ഈ പറയുന്ന പോലെ തന്നെ ഉരുൾപൊട്ടൽ വരുന്നു, വണ്ടി ഡാമേജ് ആകുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ വണ്ടി ഡാമേജ് ആയി പോകുന്നത് കൊണ്ട് മനാഫിന് യാതൊരുവിധ നഷ്ടവും സംഭവിക്കാനില്ല. ഓൾറെഡി ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം എടുക്കാം അല്ലേ? ഇപ്പം ഞാനൊരു കാര്യം പറയാം, നമുക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ഒരാളാണ് ആ വണ്ടിയിൽ പോകുന്നതെങ്കിൽ, ഈ പറയുന്ന വണ്ടിയിൽ പോയി അയ്യോ ഭൂമി ഉൽക്കം വന്നു, ആൾ മരിച്ചു പോയി, ഓക്കെ, ഒരു ചെറിയൊരു പരിപാടി പറഞ്ഞാൽ അങ്ങ് പോവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പം വണ്ടി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, വണ്ടി ഇൻഷുറൻസ് ഉള്ളതാണ്, ഫുൾ കവറേജ് ഉള്ളതാണ്, അത് റിക്കവർ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു കാര്യമുണ്ട്. നമുക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവുകയോ ചെയ്തിരിക്കുന്ന ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും നമ്മൾ അവിടെ ഓടിയെത്താനാണ് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഇമാജിനേഷൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ ക്ലാരിറ്റി ഇനി നിങ്ങളൊക്കെ കണ്ടെത്തിയിട്ടെടുക്കുക. മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ഒരു വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായി, ഓക്കെ, ഇന്ന പോലെയാണ്, ഉരുൾപൊട്ടി വണ്ടി പോയി എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ വളരെ വളരെ അതായത് പ്രാക്ടിക്കലി അല്ലെങ്കിൽ തിയറിറ്റിക്കലി ആപ്ലിക്കബിൾ അല്ലാത്ത ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന ഉരുൾപൊട്ടൽ സംഭവിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ ആ വണ്ടിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായ സ്ഥലത്ത് സംഭവിച്ചത് എന്ന് കാണുമ്പോൾ അത്യാവശ്യം ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ളതും പേഴ്സണലി ഒരാളോട് അറ്റാച്ച്മെൻ്റ് ഉള്ളതും അമിതമായിട്ട് ധൈര്യമുള്ളതും സെൽഫ് കോൺഫിഡൻ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു വ്യക്തി ഒരു 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 സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഒരു മാനുഷിക ധർമ്മം അവിടെ കാണിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അയാളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അയാളെ കൊണ്ടിട്ട് ഇപ്പം അവിടെ അതായത് ആ സിസ്റ്റത്തിനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ, ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ഏതറ്റം വരെയും പോകാൻ പറ്റുമോ ആ അറ്റം വരെയും ഒരു മനുഷ്യൻ പോകും. അതൊരു സിസ്റ്റത്തിനെതിരെയും അല്ലെങ്കിൽ ഒരു സിസ്റ്റം കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സിസ്റ്റം അതിനെ കെയർ ചെയ്യുന്ന രീതികളുടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്ന അവഗണനകളും എല്ലാം കൊണ്ടിട്ട് നമ്മൾ പ്രതികരിച്ചു പോകും. ആസ് എ മലയാളി അല്ലെങ്കിൽ പ്രതികരിച്ചു പോകും. ഓക്കെ, കുറച്ച് ഫിനാൻസ് കയ്യിലുള്ള ഒരാൾ തന്നെ പ്രതികരിച്ചു പോകും. അവിടെയാണ് മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ തുടക്കം നമ്മൾ കാണുന്നത്. മനാഫ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ അത് അവിടെ വിളിച്ചു, ചാനലുകാരെ വിളിച്ചു, മാക്സിമം ആൾക്കാരെ അറിയിച്ചു മലയാളിയായിട്ടുള്ള ഒരാൾ ആക്സിഡൻറ്റ് പറ്റി പോയിന്ന്. നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ലോറിയൊന്നും അല്ല ഇത്. ഇഷ്ടംപോലെ ലോറീസ് പോയിട്ടുണ്ട്, ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഉരുൾപൊട്ടി വണ്ടി വെള്ളത്തിൽ പോയത് എന്നുള്ളതിനേക്കാൾ ഉപരി ഈ വണ്ടി ഒരു ആക്സിഡൻ്റ് ആയിരുന്നു സംഭവിച്ചിരുന്നെങ്കിലോ, ഈ വണ്ടി പോകുന്ന വഴിക്ക് വേറൊരു വണ്ടിയായിട്ട് ഇടിച്ചു, ആക്സിഡൻറ്റിനകത്ത് ഈ പറയുന്ന പ്രസ്തുത വ്യക്തി, അതായത് ഇപ്പം നമ്മളെ വിട്ട് അകന്നു പോയിരിക്കുന്ന വ്യക്തിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാണ് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ അതൊരു വാർത്തയാവുമോ? അവിടെ എന്തെങ്കിലും ഒരു വാർത്ത പ്രാധാന്യമുണ്ടോ? ഇനി ആ പറയുന്ന പ്രസ്തുത വ്യക്തി ഒരു ബൈക്കിൽ പോകുമ്പോഴാണ് ഒരു ആക്സിഡൻ്റ് ആയെങ്കിൽ ഈ വാർത്തയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അവിടെ ഒരു സിസ്റ്റം ഒരു മനുഷ്യന് യാതൊരുവിധ ധാർമ്മികതയും കൊടുക്കുന്നില്ല എന്ന് അനുഭവിക്കേണ്ടി വന്ന ഒരു സിസ്റ്റത്തിനെതിരെ ഈ പറയുന്ന മനാഫ് നിന്നു. അതാണ് എനിക്ക് വീഡിയോ കണ്ടപ്പോഴത്തേക്കിന് മനസ്സിലായി. മനാഫ് അവിടെ സ്ട്രോങ് ആയിട്ട് ചാനലുകാരെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമയം കൊണ്ടിട്ട് എത്രയും പെട്ടെന്ന് അർജുനെ ജീവനോടുകൂടി പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിന് സൃഷ്ടിക്കാനാണ് ആ പുള്ളി ശ്രമിച്ചത്. ഓക്കെ, അതൊരിക്കലും ഈ ഫാമിലിനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഫാമിലി അവിടെ പോയി നിന്ന് കരഞ്ഞാലോ വെള്ളം വെച്ചാലോ ഒന്നും ഈ പറയുന്ന നോർമലി ഇത്രയും പ്രഷർ കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഗവൺമെൻറ് വെറുതെ ഒരു ഫാമിലി ചെന്ന് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല.
നോർമൽ ആസ് യൂഷ്വൽ ആയിട്ടത് കടന്നു പോയേനെ. വെറും ആസ് യൂഷ്വൽ ആയിട്ട് കടന്നു പോകേണ്ടിയിരുന്ന ഒരു ഒരു ആക്സിഡൻറ്റിന് അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലിനെ ഇത്രയും വലിയ ഇൻ്റർനാഷണൽ പബ്ലിസിറ്റിയിലേക്ക് അതിനെ എത്തിക്കുകയും ഇങ്ങനൊരു വികാരമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് മനുഷ്യനെ ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ സിസ്റ്റത്തിനെ കാണിക്കുന്നത് ഇങ്ങനെയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടി അയാൾ ഫൈറ്റ് ചെയ്തതാണ്. അത് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പം പറയുന്നു ഈ പറയുന്ന എസ് പിയും അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരും ഒക്കെ കൂടി ഈ പറയുന്ന മനാഫിനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് അർജുൻ എന്ന് പറയുന്ന ഫാമിലിയോട് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നതിടം മുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനാഫിനെ ഇത് ബാധിക്കത്തില്ല. കാര്യം ഇത്രയും വലിയ സ്ട്രോങ് ആയിട്ട് അവിടെ പോയി നിന്ന് ബാധിച്ച് ഇവിടം വരെ എത്തിയിരിക്കുന്ന ഒരാളായത് കൊണ്ടിട്ട് പുള്ളിനെ അത് ബാധിക്കത്തില്ല. അയാൾ ഇതിലും വലിയ ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നോർമലി ഇപ്പം എന്തായിരിക്കും ഗവൺമെൻറ് അവിടെ എടുത്ത ഒരു നിലപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി ഇപ്പോൾ ഇവിടെ ഉരുൾപൊട്ടുന്നു, വണ്ടി മറിഞ്ഞ് വീഴുന്നു, ആളുകൾ മരിക്കുന്നു, സ്വാഭാവികമാണ്. അതിലൊന്നും വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. അവർ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അതിൻ്റെ സ്ട്രക്ചർ ഓഫ് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഒരു വണ്ടി മറിഞ്ഞ് വീണപ്പോൾ ഒരു പാൻ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പ്രഷർ വരുന്ന തരത്തിൽ ആർക്കും ഇരിക്കപ്പുറത്തില്ലാത്ത ലെവലിലേക്കൊരു കൺസെപ്റ്റ് ഉണ്ടാകുകയും ഇവിടെ ഒരു വലിയൊരു വിഷയം ഉണ്ടാകുകയും ചെയ്യണം. നമ്മളിതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, മനാഫ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നീന്തൽ വിദഗ്ധരായിട്ടുള്ള കുറച്ച് പേര് ചെന്നിട്ട് അവരെ പുഴയിൽ പോലും ഇറക്കില്ല. ദാറ്റ്സ് എ പോയിന്റ്. പുഴയിൽ പോലും അവരെ ഇറക്കിയില്ല. അവരെ പുഴയിൽ ഇറക്കാതെ അവർ ആ ചുറ്റോട് ചുറ്റും നടക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടാണ്. അവർ ചുറ്റോട് ചുറ്റും നടന്നതിന് ശേഷം അവരെല്ലാവരും കൂടി അപ്പുറത്തെ കരയിൽ പോയതിന് ശേഷം അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് അവിടെ ഒരു ടാങ്കർ പൊട്ടിത്തെറിച്ചു എന്നും അപ്പുറത്തുള്ള വീടുകളൊക്കെ കംപ്ലൈൻ്റ് ആയെന്ന് പറയുന്ന വാർത്തയൊക്കെ പിന്നീടാണ് വരുന്നത്. നമ്മുടെ സീക്രട്ട് ഏജൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോസാണ് അതൊക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊന്നും തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യാലിറ്റീസിലൊന്നും ഈ സാധനങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ കേസ്, ഗവൺമെൻറ് പ്രോപ്പറായിട്ട് അവിടെ എന്താണ് ഒന്ന് ചെയ്തത്, ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞേ. ഗവൺമെൻറ് എന്താണ് പ്രോപ്പറായിട്ട് ചെയ്തത്? അവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന വെള്ളത്തിൻ്റെ അടിയിൽ കൂടി പോയി ഒരാളെ കെയർ ടേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിശീലനം കൊടുക്കാനായിട്ട് ഏകദേശം ഒരു 1.5 കോടി 2 കോടി രൂപയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് എന്ന ലെവലിലാണ് എല്ലാ ന്യൂസിലും വാർത്ത വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒഴുകുന്ന പുഴയുടെ അടിയിലിറങ്ങി പോയി കണ്ടെത്താൻ പറ്റുന്ന എക്യുപ്മെൻറ്റുകൾ നമുക്ക് അവൈലബിൾ അല്ല എന്ന് പറയുന്ന സിസ്റ്റം, അത് ഭയങ്കര ഫൗളാണ്. കാര്യം നമ്മളെല്ലാം കാണാൻ, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പോലും ഒരു MPയുടെ മകനോ MLAയുടെ മകനോ എങ്ങാണ്ട് ആ കുഴിയുടെ അടിയിൽ പോയിട്ട് പോലും ഒരു ഗവൺമെൻറ് സംവിധാനങ്ങൾക്കും എടുത്തുകൊണ്ട് വരാൻ സാധിച്ചിരുന്നില്ല. അവിടെ നമ്മൾ ആ സിനിമയിൽ കൃത്യമായിട്ട് കണ്ടാണ് അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി അതിൻ്റെ അടിയിൽ ഇറങ്ങാൻ കാണിച്ച ധൈര്യവും ആ ചെറുക്കനായിട്ട് ഞങ്ങൾ തിരിച്ച് പോകുള്ളൂ എന്ന് പറഞ്ഞ ധൈര്യവും കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സിലെ പിള്ളേരെ ആ പറയുന്ന അതിൻ്റെ അടിയിൽ പോയിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ആ ചെറുക്കനെ അവർ ജീവനോടുകൂടി പൊക്കിക്കൊണ്ട് വന്നത്. അവിടെ ഒരു ഗവൺമെൻറ് സംവിധാനവും വർക്ക് ചെയ്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഗവൺമെൻറ് സംവിധാനം അവിടെ വർക്ക് ചെയ്തില്ല. ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ അതിൽ നിന്ന് പിൻവാങ്ങെന്നാണ് പറഞ്ഞത്. അത് മലയാളിയായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു ത്വര ഇവിടെ മനാഫിനും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ സിനിമയിലും കണ്ടതാണ്. ഈ പറയുന്ന പോലെ തിരിച്ച് സൗബിൻ വരുമ്പോഴത്തേക്കിന് അമ്മ കുറേ ചീത്ത വിളിച്ചിട്ട് പോകുന്നത്. ഇനി ഇപ്പം ഇങ്ങനൊരു വിവാദം അല്ലെങ്കിൽ ഇപ്പം മനാഫിനെതിരെ ഇവർ സംസാരിച്ചത് കൊണ്ടിട്ട് ഞാൻ പറയുകയാണ്, ഇനി മനാഫ് റിവീൽ ചെയ്യണം എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, ആരെയൊക്കെയാണ് വിളിക്കേണ്ടി വന്നത്, എത്ര ഹയർ ഒഫീഷ്യൽസിന്. ആ പുള്ളി 2-3 ഇൻ്റർവ്യൂസിൽ പറയുന്ന ഒരു കേസുണ്ട്. അതായത് ഞാൻ എന്തൊക്കെ കളി കളിച്ചിട്ടാണ് ഇതിങ്ങനെ ആയെന്ന്, ആ കളിച്ച കളികൾ റിവീൽ ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ഫ്രീക്വൻസികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. കാര്യം ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഞാൻ പറയാം, ഒരു പൊളിറ്റിക്കൽ ഗെയിം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ട്രാപ്പ് ഇതിൻ്റെ അകത്ത് ഇപ്പം ഇനിഷ്യേറ്റ് എടുത്തിട്ടുണ്ട്. കാര്യം അത്രയും ഒരു ഹൈപ്പിൽ കയറിയ ഒരു സംഭവമാണ് ഇപ്പം ഈ അർജുൻ്റെ വിവാദം എന്ന് പറയുന്നത്. അതൊരു ഭയങ്കര ഒരു ഹൈപ്പ് ജനറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഹൈപ്പിനെ ഇല്ലാണ്ടാക്കി റീസ്ട്രക്ചർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതിൻ്റെ അകത്തുണ്ട്. മനാഫിനെ വേട്ടയാടാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കൂട്ടം വേട്ടക്കാർ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. 1% പോലും എനിക്ക് ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന ഫാമിലി കൊടുത്ത ഇൻ്റർവ്യൂവിനോട് എനിക്ക് പേഴ്സണലി ഒട്ടും അത് താല്പര്യപ്പെടുന്നില്ല.
കാരണം ഇപ്പം അവരുടെ ഫാമിലി മെമ്പർ ആയിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മനാഫിന് അവിടെ പോയി കുത്തി നിൽക്കേണ്ട ആവശ്യകതകളൊന്നുമില്ല. അയാൾക്ക് വീട്ടിലിരുന്നാലും മതി. ഡ്രൈവർ പോയി ആക്സിഡൻ്റ് ആയി എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതിയിട്ട് അതിൻ്റെ പുറകെ ഓടിത്തൂങ്ങി നടക്കേണ്ട ആവശ്യമൊന്നും ഒരു 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 ഓണർക്കില്ല. അയാൾ പറയുന്നുണ്ട് അയാളുടെ വണ്ടി അവിടെ ഇരിക്കട്ടെ, അതൊരു ഓർമ്മപ്പെടുത്തലാണെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അതൊക്കെ അത് വൈകാരികതയാണ്. അത് വൈകാരികത തന്നെയാണ് ബ്രോ, അത് വൈകാരികത തന്നെയാണ്. അത് അങ്ങനെയാണത്. അത് രാജ്യത്തിനോടും രാജ്യസംരക്ഷണങ്ങളോടും രാജ്യത്തിലെ സിസ്റ്റങ്ങളോടും ഒക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമത്തിനോടും ഒക്കെ ഭയങ്കരമായിട്ട് സ്നേഹം ഉണ്ടാവുകയും നിയമപരമായിട്ടും ലീഗൽ വൈസ്ഡ് ആയിട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു വൈകാരികത ഉണ്ടാവും, സ്വാഭാവികമാണത്. ഇനി ഇവിടെ രണ്ടാമത്തെ കേസ്, ഇവർ ഇപ്പം മനാഫിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടല്ലേ, 75,000 രൂപ സാലറി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഇതിപ്പോൾ വലിയൊരു പ്രശ്നമാണത്. കാര്യം ഈ പറയുന്ന അർജുൻ വണ്ടി ഓടിക്കുമ്പോൾ 75,000 രൂപ മാസം സാലറി ഇല്ല എന്ന് കുടുംബം പറയുകയും 75,000 രൂപയോളം കൊടുത്തു എന്ന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ 75,000 രൂപയോളം സാലറി കൊടുത്തിരുന്നു എന്നാണ് മനാഫ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, മനാഫ് പബ്ലിക്കലി വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിന് എല്ലാ കണക്കുകൾക്കും രേഖകളുണ്ടാവും, അല്ലെങ്കിൽ രേഖകൾ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മീഡിയ അറ്റൻഷൻ ഇവർ കൊടുക്കുന്നതെന്നും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ മനാഫ് പോയിട്ട് അവിടെ ചെന്ന് ആ പുള്ളി ഇപ്പം അവിടെ നടന്നിട്ടുള്ള ഇമോഷൻസ് ഇപ്പം മനാഫ് അവിടെ ചെന്നിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ സംഭവങ്ങളോ ഒക്കെ മനാഫ് ഇൻ്റർവ്യൂ ഇടുന്നത് കൊണ്ടിട്ട് ഫാമിലിക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. എനിക്ക് ആ പോയിൻ്റ് ഇപ്പോഴും മനസ്സിലായില്ല. ഫാമിലിക്ക് എന്താ ബുദ്ധിമുട്ട് വരുന്നത്? അയാളിപ്പോൾ അർജുൻ്റെ കൊച്ചിനെ എൻ്റെ കൊച്ചിനെ പോലെ ഞാൻ കാണുന്നു എന്ന് പറയുന്നതിൻ്റെ അതിപ്പോൾ എന്താ തെറ്റുള്ളത്? അയാൾ അത് വെച്ചിട്ട് പണം സ്വരൂപിച്ചു അല്ലെങ്കിൽ പണപ്പിരിവ് നടത്തി എന്ന് പറയുമ്പോൾ നമ്മൾ അന്വേഷിക്കണം. പണപ്പിരിവ് നടത്തി എന്നുള്ളതിന് എന്തെങ്കിലും പ്രൂഫോ തെളിവോ ഈ ഫാമിലിയുടെ കയ്യിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഫാമിലി അത് റിവീൽ ചെയ്യണം. എന്താണ് അയാൾ പണപ്പിരിവ് നടത്തിയെന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല പണപ്പിരിവ് നടത്തിയെന്ന കാര്യം. അയാൾക്ക് അത്രയും ലോറിയും അത്രയും സ്ഥാപനങ്ങളും പരിപാടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് അയാൾക്ക് അങ്ങനെ ഒരു പണപ്പിരിവ് നടത്തേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല. അത് എത്രത്തോളം കൺവിൻസിങ് ആണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഫാമിലി അത് ബോധ്യപ്പെടുത്തണം. ഇതിൻ്റെ അകത്തൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ഇതിൻ്റെ അകത്ത് ചേക്കേറിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ഹൈപ്പ് എന്തായിരുന്നോ ഒരു ഹൈപ്പ് ക്രിയേറ്റഡ് ആയത് ആ ഹൈപ്പിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ 72 ദിവസം വരെയും വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇന്ത്യൻ ടെക്നിക്കാലിറ്റിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്രൗഡൊന്നുമല്ല. ഒരു ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് ഈ പറയുന്ന പോലെ പുഴയുടെ അടിയിൽ പോയിട്ട് പുഴയുടെ അടിയിൽ നിന്ന് ഇതിനെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് 72 ദിവസത്തോളം എടുത്തു എന്ന് പറയുന്ന ഒരു പ്രൗഡായിട്ടൊന്നും കാണണ്ട. അത് ഭയങ്കര ഫെയിലിയറാണ്. കാര്യം ചന്ദ്രനിലേക്ക് വരെ റോക്കറ്റ് വിടാനുള്ള സാമ്പത്തിക ശേഷിയും ചന്ദ്രനിലേക്ക് വരെ റോക്കറ്റ് കൊണ്ടുപോകാനായിട്ടുള്ള എക്യുപ്മെൻറ്റുകളും അടക്കം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഒരു പുഴയിൽ പോയ ഒരാളെ കണ്ടെത്താനായിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ് ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നു, കോടതി മുഖേന ഞാൻ ജനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഞാൻ പറയുന്നു, കോടതി ഇടപെട്ടുകൊണ്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ഇതിൻ്റെ പിന്നിൽ നടത്തണം. അത് പോലീസിനെ കൊണ്ടിട്ടൊന്നുമല്ല, അതിന് പറ്റുന്ന കഴിവുള്ള ഒരു ഏജൻസീനെ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഈ CBIനെ കൊണ്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് ട്രസ്റ്റ് ഉള്ള ഒരു ഏജൻസീനെ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലോ ഇതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്തായിരുന്നു എക്സാക്ട്ലി അർജുൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് സംഭവിച്ചത്, എത്ര ടൺ മണ്ണ് മേളിൽ നിന്ന് താഴത്തേക്ക് തള്ളിപ്പോയിട്ടുണ്ട്, അവിടെ ഈ പറയുന്ന മതിൽ കെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ റോഡ് കെട്ടുന്ന സമയത്ത് എന്തൊക്കെ ലീഗൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ക്ലാരിറ്റി, അല്ലെങ്കിൽ ഈ ഉരുൾ പൊട്ടുന്ന സമയത്ത് ഇത്രയും പേർക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന കാര്യം മുൻകൂട്ടി അവിടുത്തെ ഗവൺമെൻറ്റിന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അവരെന്തുകൊണ്ട് അതിന് പ്രിക്കോഷൻസ് ചെയ്തില്ല, ഇനി ഇതിൻ്റെ ഈ പുഴയിൽ എത്ര വ്യാപ്തിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്, അതിൻ്റെ സോഴ്സ് എവിടെയായിരുന്നു, അത് അത്രയും ഫോഴ്സിലേക്ക് ഒഴുകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ വരുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാതെ അതിനൊരു പ്രിക്കോഷൻസ് എടുക്കാതെ അവിടെ എങ്ങനെയാണ് ഒരു കടയ്ക്ക് അനുമതി കൊടുത്തത്, എങ്ങനെയാണ് അവിടെ ആൾക്കാർക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള അനുമതി കൊടുത്തത്, എങ്ങനെയാണ് ആ പുഴയുടെ അടിയിലായിട്ട് പോയിട്ടുണ്ടായിരുന്ന സാധനങ്ങളെ കണ്ടെത്താനായിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ എടുക്കാൻ പറ്റാതെ പോയതിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സയൻറ്റിഫിക്കലി ഡീറ്റെയിൽ ആയിട്ട് ജനങ്ങളെ ബോധിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ജനങ്ങൾക്ക് ആവശ്യമാണ്. അതിന് ജനങ്ങൾ ഇനിഷ്യേറ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പേഴ്സണൽ അറ്റാക്കായിട്ട് മാത്രം അത് ഒതുങ്ങിപ്പോവും.
നാളെയും ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ പുറകെ പോകാൻ ആരുമില്ലെങ്കിൽ ഇനി ഒരു മനാഫുമാരോ അല്ലെങ്കിൽ ഇനി ഇതേപോലത്തെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന മുതലാളിമാരോ ഒന്നും ഉണ്ടാകത്തില്ല. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി പെരയിലിരിക്കും. അപ്പോൾ അവനവൻ്റെ കാര്യം നോക്കാതെ മറ്റുള്ളവൻ്റെ കാര്യത്തിനും കൂടിയിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ സംഭവിക്കുന്ന ബാഡ് ഇമേജസ് ആണ് ഇപ്പോൾ ക്രിയേറ്റഡ് ആവുന്നത്. എനിക്കൊരു കാരണവശാലും ഫാമിലീനെ ഏത് വിധത്തിലാണ് ഫാമിലീനെ അത് ബാധിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാര്യം മനാഫ് ഫാമിലീനെ കുറ്റപ്പെടുത്തുകയോ മനാഫ് ഒന്നും ചെയ്യുന്നില്ല. മനാഫ് ഈ പറഞ്ഞ 75,000 രൂപ 50,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപയ്ക്കോ 75,000 രൂപയ്ക്ക് അയാൾക്ക് അയാളുടേതായിട്ടുള്ള ചിലവുകളുണ്ടാവും. അയാളെ പിഴിഞ്ഞിട്ടാണ് ഫാമിലി കഴിയുന്നതെന്നുള്ള രീതിയിലുള്ള ബാഡ് കമൻറ്റുകൾ വരുന്നതിന് ഇവരെന്തിനാണ് അത്ര ഫീൽ അടിക്കേണ്ട കാര്യം? അല്ലെങ്കിൽ ഈ പറയുന്ന മനാഫിൻ്റെ അവിടെ ജോലി ചെയ്യുമ്പോൾ എത്ര രൂപയായിരുന്നു സാലറി ഉണ്ടായിരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് അവർ പറയട്ടെ. അപ്പം അതൊക്കെ എനിക്കൊരു മുടന്തൻ ന്യായങ്ങളായിട്ടോ അല്ലെങ്കിൽ അതിനൊരു ബലമില്ലാത്ത ന്യായീകരണങ്ങളായിട്ടോ ആണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഒരു പേഴ്സണൽ ഈഗോ ക്ലാഷസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു പേഴ്സണൽ ഈഗോ ക്ലാഷസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ദർ ഈസ് നോ റിയാലിറ്റി. എനിക്ക് അതിനകത്ത് ഒരു റിയാലിറ്റിയും ഫീൽ ചെയ്യുന്നില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് ഭാവിയിൽ അറിയാം അതിൻ്റെ സത്യം എന്താണെന്നുള്ളത്. ഇതിപ്പം എല്ലാ സത്യങ്ങളും റിവീൽഡ് ആവട്ടെ. എല്ലാ സത്യങ്ങളും റിവീൽഡ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് റൂട്ട് എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ബൈ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക.